മഹാഗുരു ശരണം. അപ്പോൾ ഇന്ന് മാർച്ച് 9 രണ്ടാമത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. ആ രണ്ടാമത്തെ വീഡിയോ ഇടുന്നത് നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമാസ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ്. പാസ്റ്റ് ലൈഫ് ഉണ്ടെന്ന് ഇല്ലെന്ന് വിശ്വസിച്ചാലും ഉണ്ടെന്ന് വിശ്വസിച്ചാലും അതിൻ്റെ തുടർച്ചയായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ എത്ര അധ്വാനിച്ചാലും റിസൾട്ട് കിട്ടാണ്ട് വരിക, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുക, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ജ്യോതിഷന്മാരെ അല്ലെങ്കിൽ ഹീലേഴ്സിനെയൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമാസാണ് ആ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ബ്ലോക്കുകൾ എങ്ങനെ മാറ്റാം? ബ്ലോക്കുകൾ മാറ്റാനായിട്ടാണ് പാസ്റ്റ് ലൈഫിൻ്റെ ആ സപ്ലി എഴുതാനായിട്ടാണ് നമ്മൾ ഈ ലൈഫ് സ്വീകരിക്കുന്നത്. ഈ ലൈഫ് സ്വീകരിക്കുന്ന ഒരു അമ്മ അച്ഛനെ സ്വീകരിക്കുന്നു. അവർ ജീവിക്കുന്ന ഒരു ദേശം കാണും, അവരുടെ വിശ്വാസ പ്രമാണങ്ങളിലുള്ള ജാതി മത സമൂഹങ്ങൾ കാണും. അപ്പം മറ്റൊരാൾക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാർമിക് കുറയും. ഇപ്പോൾ നോക്കിയേ, പൊട്ടു തൊടുകില്ല. ഇപ്പോൾ ഒരു മതവും ഇല്ലാത്ത വിശ്വാസികളെക്കുറിച്ചാണ് പറയണത് ഞാൻ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുമതം എന്ന് പറയുന്നു, ഹിന്ദുമതം എന്നൊന്നില്ല, പോട്ടെ, ഭാരത സംസ്കാരമാണ് പൊട്ടു തൊടുക. കാര്യം ആജ്ഞാചക്രത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് പൊട്ടു തൊടുന്നത്. കഴുത്തിൽ ചരട് കെട്ടുക, വിശുദ്ധി ചക്രയുടെ ഒരു ആക്ടിവേഷന് വേണ്ടിയിട്ടാണ് കഴുത്തിൽ ചരട് കെട്ടുന്നത്. കല്യാണം കഴിഞ്ഞാൽ താലി കെട്ടുക. താലി കെട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താലി, അല്ലെങ്കിൽ പുരുഷന്മാർ ലോക്കറ്റ് ഇടും. ലോക്കറ്റ് ഇടുമ്പോൾ ഈ ഹൃദയത്തിൻ്റെ ഈ ഭാഗത്താണ്, നെഞ്ചുംകുഴിയുടെ ഭാഗത്താണ് ആ ലോക്കറ്റ് കിടക്കുന്നത്. ഒരു നിരീശ്വരവാദി അതിന് വേറൊരു വ്യാഖ്യാനമൊക്കെ കൊടുത്ത കണ്ട്. അപ്പോൾ പുരുഷന്മാരിടുന്നതിന് എന്ത് പറയുന്നറിയില്ല, സ്ത്രീകൾ ഇടുന്നതിന് ആ ഭാഗം കാണാനാണ് അത് ഇടുന്നതെന്ന് ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. പുരുഷന്മാരിടുന്നതിന് ഈ ലോക്കറ്റ് എന്തുകൊണ്ട് ഇവിടെ സാധാരണ ശബരിമലയിൽ പോകുമ്പോൾ ഇടുമ്പോൾ ഇതിനെ മുദ്ര എന്ന് പറയുന്നു. കാര്യം ഇവിടുത്തെ അനാഗത ചക്രത്തിന് ആക്ടിവേഷന് വേണ്ടിയിട്ടാണ് ലോക്കറ്റ് ഇടുന്നത്. ചിലർ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഇടും, ചിലർ അയ്യപ്പൻ്റെ ലോക്കറ്റ് ഇടും, ചിലർ ഗണപതിയുടെ ലോക്കറ്റൊക്കെ ഇടുന്നത് ഈ അനാഗത ചക്രത്തിൻ്റെ ആക്ടിവേഷനോട് ഈ തിരുമേനി പറയാറുണ്ട്. അതിനാണ് ഈ ലോക്കറ്റ് ഇടുന്നത്. അപ്പോൾ ഈ മഞ്ഞ ചരടോ അല്ലെങ്കിൽ ചുമല ചരടോ, ചരട് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിശുദ്ധി ചക്രം, നമ്മുടെ കഴുത്തിൻ്റെ അവിടുത്തെ വിശുദ്ധി ചക്രം. അതുപോലെ അരയിൽ പണ്ട് നൂലുകെട്ടെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടായിരുന്നു. അരയിൽ കറുത്ത ചരട മറ്റോ കെട്ടും. അത് ഈ സ്വാധിഷ്ഠാന ചക്രയുടെ അവിടെയാണിത് വരുന്നത്. പൊക്കിളിൻ്റെ താഴെയായിട്ടാണ് അത് കെട്ടുന്നത്. ഇപ്പോൾ ഉപനയനം കഴിക്കുമ്പോൾ മൗഞ്ചി എന്ന് പറയുന്നൊരു ഇതുണ്ട്. മൗഞ്ചി ദർഭപ്പല്ല് തൊട്ട് ഉണ്ടാക്കുന്നതാണ് മൗഞ്ചി എന്ന് പറയുന്നത്, മൗഞ്ചികം. അത് ഇങ്ങനെ അരയിൽ കെട്ടും. അത് വിവാഹം കഴിക്കുമ്പോൾ ആ ബ്രഹ്മചര്യ ഇത് ഒരു ചടങ്ങുണ്ട്. അത് ചെയ്തിട്ട് അത് ആ ബ്രഹ്മചര്യ ഇത് വിട്ടിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള അരിജ്ഞ വാങ്ങിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു ചടങ്ങ് ചെയ്യുന്നവരെ ഈ മൗഞ്ചി എന്ന് പറയുന്ന ഇത് കെട്ടണമെന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന റിച്വൽസ് നമ്മൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് കാർമികം കുറയ്ക്കാനുള്ളതാണ്. പക്ഷേ അതിനകത്ത് വേറൊരു മൃഗത്തെയോ മനുഷ്യനെയോ പക്ഷിമൃഗാദി ജീവനുള്ളവയെ ഖനിക്കുന്ന എന്ത് ചെയ്താലും കാർമിക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. എന്ത് വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിത, കോഴിയെ അറുക്കുക, ആടിനെ അറുക്കുക, പശുവിനെ അറുക്കുക, ഇതെല്ലാം വേറൊരു ജീവി നമ്മൾ മൂലം അതിന് വേദന വന്നാൽ നമ്മൾ അറക്കണ്ട, നമ്മളത് വാങ്ങിച്ച് കഴിച്ചാലും അതിൻ്റെ കാർമിക്ക് നമ്മൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഇതൊരു സത്യമായ കാര്യമാണ്. അതാണ് വെജിറ്റേറിയൻ ആകാൻ എല്ലാവരും പറയുന്നതാണ്. വെജിറ്റേറിയൻ അപ്പോൾ ചോദിക്കും വൃക്ഷങ്ങൾക്കും ജീവനില്ലെന്ന്. വൃക്ഷങ്ങൾക്ക് ജീവനുണ്ട്, പക്ഷേ അതിലുണ്ടാകുന്ന ഫലം അത് പുറത്തേക്ക്, അത് ബാക്കി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ആ വൃക്ഷങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ചെടികളുണ്ടാക്കുന്ന ഇത്, അല്ലെങ്കിൽ ചെടിയിലെ ഒരു തണ്ടെടുത്ത്, ഇപ്പോൾ ചീര ഇതെടുത്തു, ചീര കട്ട് ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെയും ചീര മുളയ്ക്കും, മനസ്സിലായോ? അതുമല്ല ചീരയ്ക്കെല്ലാം ഒരു ആയുസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാവൽ, അതിനൊക്കെ ഒരു ആയുസ്സുണ്ട്. ആയുസിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ കാലചക്രം. അത് കഴിയുമ്പോൾ അത് അടുത്ത തലത്തിലേക്ക് ആ ആത്മാവ് വേറെ തലത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു മൃഗങ്ങളെ കൊല്ലുന്നതും അല്ലെങ്കിൽ പക്ഷികളെ, കോഴി ഇതിനെയൊക്കെ കൊല്ലുന്നതും പച്ചക്കറികൾ തിന്നുന്നതുമായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ ന്യായത്തിന് വേണ്ടി അങ്ങനെയൊക്കെ പറയാം, അത് അവരുടെ ഇഷ്ടം. അപ്പോൾ നമ്മൾ വ്രതങ്ങൾ എടുക്കുന്നത് നമ്മുടെ കാർമിക്ക് കുറയ്ക്കാനാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഭാരതത്തിൽ പ്രചാരമായിട്ടുള്ള 3 വ്രതങ്ങളാണ് ഷഷ്ഠി വ്രതം, ഏകാദശി വ്രതം, പിന്നെ വാവ് വ്രതം. അമാവാസി, പൗർണമി. ഈ അമാവാസി ദിനങ്ങളിൽ തർപ്പണം ചെയ്യുന്നവരുണ്ട്, പൗർണമിക്ക് സത്യനാരായണ പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ദിവസം അവർ വ്രതങ്ങളിലായിരിക്കും. അതുപോലെ ഷഷ്ഠി സുബ്രഹ്മണ്യന്, ഏകാദശി വിഷ്ണുവിന് പ്രാധാന്യം. ഇതായിട്ട് ഈ ദിവസങ്ങളിൽ ഉപവാസമായിട്ടോ അല്ലെങ്കിൽ വ്രതങ്ങൾ പച്ചക്കറി മാത്രം നിന്നോ ഫ്രൂട്ട്സ് മാത്രം നിന്നോ. ഇപ്പോൾ ഷഷ്ഠി വ്രതത്തിൻ്റെ ഒരു ഫ്രണ്ട് മുല്ലയ്ക്കൽ അവർ പറയുന്നുണ്ടായിരുന്നു, അവരുടെ അമ്മ അവിടെ പോയിട്ട് മുല്ലയ്ക്കൽ പോയി പണ്ട് 10-30 കൊല്ലം മുമ്പ് പരിചയമുള്ള ആളാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് അവിടെ കിട്ടുന്ന പടച്ചോറും
മുളക് ഞെരടിയതുമായിട്ട് കഴിക്കുന്ന അന്നത്തെ ദിവസം, പിന്നെ ഭക്ഷണം ഇല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാർമ്മികം വളരെ കുറയും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിന്തകളും ആ രീതിയിലായിരിക്കണം, ആവശ്യമുള്ള രീതിയിലായിരിക്കണം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഒന്നിനെയും വേദനിപ്പിക്കരുത്. ഈ ചരാചരങ്ങളിലെ ഒന്നിനെ പോലും വേദനിപ്പിക്കരുത്. അപ്പോൾ ചോദിക്കും, നമ്മൾ നടക്കുമ്പോൾ താഴത്തുള്ള ഉറുമ്പ് വലിക്കുന്നില്ല, അത് നമ്മൾ മനഃപൂർവ്വം ചവിട്ടിക്കൊല്ലുന്നില്ലല്ലോ. അങ്ങനെയും ന്യായീകരണം ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് അവരുടെ ന്യായം അവർക്ക് ശരി. പിന്നത്തെ കാര്യം അതുപോലെ തന്നെയാണ് ഈ പൊട്ട് വയ്ക്കുന്നത്. നമ്മുടെ ആജ്ഞാചക്രത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പൊട്ട് വയ്ക്കുന്നത്. പൊട്ട് വയ്ക്കുമ്പോൾ ആരെങ്കിലും കളിയാക്കും, സ്കൂളിൽ കളിയാക്കും, കോളേജിൽ കളിയാക്കും, പുറത്ത് പോകുമ്പോൾ ആൾക്കാർ കളിയാക്കും എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ കുറച്ച് പേര് നമ്മളെ കളിയാക്കുമ്പോൾ നമ്മുടെ കാർമ്മികം അങ്ങോട്ട് ട്രാൻസ്ഫർ ആകുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഈ കാർമ്മികം വാനിഷായി പോകുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ഞാൻ വീഡിയോയിൽ ചെയ്തു, നമ്മുടെ ഇത് ഏറ്റെടുക്കാൻ ജൂനിയർ മാൻഡ്രേക്ക് എഫക്റ്റിൽ ആ മാൻഡ്രേക്ക് സന്തോഷത്തോടെ വാങ്ങിക്കണമെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ പരദൂഷണം പറയുന്നവർ, കുറ്റം പറയുന്നവർ, അവരൊക്കെ സന്തോഷത്തോടെ ഇത് പറയുകയാണ്. അത് പറയുമ്പോൾ നമ്മുടെ ആ കാർമ്മികം അവരെ ഏക്കുകയാണ്. മനസ്സിലായി? അവരുടെ ആ കേൾക്കുകയാണ്. നമ്മളത് ആലോചിക്കേണ്ടാവും, അവർ പറഞ്ഞോ അവരേറ്റിട്ടുണ്ടോയെന്നൊന്നും നമ്മൾ നോക്കേണ്ട, സത്യവതാണ്. അങ്ങനെ അവരെ ഏക്കുകയാണ്. ആ ഏക്കുന്നത് അത് നമ്മുടെ കാർമ്മികം കുറയ്ക്കും. അതുപോലെ തന്നെ താലി കെട്ടുന്നത്, താലി കെട്ടിയിട്ട് ആ ലോക്കറ്റ് ഇടുന്നത്, ഇവിടെ ഇടുന്ന ആ ലോക്കറ്റ് ഇടുന്നത് അനാഗത ചക്രത്തിൻ്റെ കാര്യത്തിൽ. അതാണ് ഹൃദയത്തിൽ പുരുഷന്മാരാണെങ്കിലും ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഗണപതി, അയ്യപ്പൻ്റെ അല്ലെങ്കിൽ മുരുകൻ്റെ ഒക്കെ ലോക്കറ്റ് ഇടുന്നത് ഈ അനാഗത ചക്രത്തിൻ്റെ ആക്ടിവേഷനോ പ്രൊട്ടക്ഷനോ ആണ്. അതുപോലെ ചരട് കെട്ടുന്നത്, കഴുത്തിൽ ചരട് കെട്ടുന്നത്, കഴുത്തിൽ ഈ മാലയും അനാഗത വിശുദ്ധി ചക്രത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ. വിശുദ്ധി ചക്രത്തിൻ്റെ ഇതാണ് മാല ഇടുന്നതെന്നാണ് പറയുന്നത്. അതാണ് പണ്ട് ഈ നൂലുകെട്ട് സ്വാധിഷ്ഠാന ചക്രത്തിന്. അതുകൂടാണ്ട് അവർക്ക് അന്ന് മാല ഇടുമായിരുന്നു. ഈ 28 കെട്ടിൻ്റെ അന്ന് നടുവിന് ആ പൊക്കലിൻ്റെ താഴെ ഒരു കറുത്ത ചരടും കെട്ടും, കഴുത്തിൽ മാലയിടും. കുട്ടികൾക്ക് ആദ്യമായിട്ട് മാലയിടുന്നത് 28 കെട്ടിനാണെന്ന് ഗുരു പറഞ്ഞറിയിച്ചിട്ടുണ്ട്. കാര്യം ഈ 2 ചക്രങ്ങൾ, സ്വാധിഷ്ഠാനവും വിശുദ്ധി ചക്രവും ഇത് ചെയ്യാനാണ്. കാര്യം വയറിന് നാവിന് അങ്ങനെ ഒരു ചൊല്ലുണ്ട്, നാവിന് നാണമില്ലെങ്കിൽ വയറിന് ക്ഷീണമില്ല എന്ന് പറയും ഗുരു. അപ്പോൾ നാക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രയോഗിക്കാൻ അറിയാമെങ്കിൽ നമ്മുടെ വയറ് നിറഞ്ഞിരിക്കും സമയത്ത്. എന്ന് പറഞ്ഞാൽ സുഭിക്ഷമായിരിക്കും നമ്മുടെ ജീവിതം എന്നുള്ളത്. താലി കെട്ടുന്നത്, ഇതൊക്കെ നമ്മുടെ ഈ വ്രതങ്ങൾ എല്ലാം, ഈ താലി നമ്മൾ ദേവീനെ പൂജിച്ചിട്ടാണ് കെട്ടുന്നത് അല്ലേ. ആ പൂജിച്ച് കെട്ടുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഈ ഈ കോണ്ടാക്ട് ചെയ്യുന്നവർ കുറേ പേര് ഡൈവോഴ്സ് ആയവരോ ഡൈവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്നവരോ ആണ് അല്ലേ. അപ്പോൾ ആ ഡൈവോഴ്സിന് വേണ്ടി നമ്മൾ അതിൻ്റേതായ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ നമ്മൾ ഡൈവോഴ്സ് വാങ്ങിക്കുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികൾ കാണും, കുട്ടികൾ ഏതെങ്കിലും അച്ഛൻ്റെ കൂട്ടത്തിലോ അമ്മയുടെ കൂട്ടത്തിലോ മാത്രമായിരിക്കുള്ളൂ. പക്ഷേ പ്രകൃതിയുടെ ഇത് വെച്ചിട്ട് ജീവിത പങ്കാളി നഷ്ടപ്പെട്ടിട്ട് വേറെ വിവാഹം ചെയ്യുന്നത് വേറൊരു വിഷയമാണ്. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുകയില്ല. ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടും. ഈ താലി പൂജിച്ച് ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ അവിടെ പൂജിച്ചിട്ട് തരികയാണ്. ആ മൂർത്തിയുടെ അവിടെ വെച്ചിട്ട് നമ്മുടെ പ്രതിജ്ഞയാണ്. അഗ്നിസാക്ഷിയായി വിളക്കിന് വലം വെച്ചിട്ടാണ് ഈ മിക്ക സമൂഹങ്ങളും ഇത് ചെയ്യുന്നത്. അഗ്നിസാക്ഷിയാക്കിയിട്ട് ദേവി അല്ലെങ്കിൽ ദേവനെ പൂജിച്ച് താലി കെട്ടുകയാണ് അല്ലേ. ഈ താലി നമ്മളൊരു സമയത്ത് അത് മാറ്റുകയാണ്. ഒന്നുകിൽ ഭർത്താവ് അഴിച്ചെടുത്തിട്ട് ഞാൻ ഡൈവോഴ്സ് ചെയ്യുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭാര്യ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഡൈവോഴ്സ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ ഈ ദൈവ ക്ഷേത്രത്തിന് മുന്നിൽ ഈ വിളക്കിന് സാക്ഷിയായി അഗ്നിസാക്ഷിയായി ചെയ്ത പ്രതിജ്ഞയ്ക്ക് എന്ത് സ്ഥാനമാണ് നൽകുന്നത്? അത് ജീവിതത്തിൽ ഏറ്റവും വലിയ കാർമ്മിക വാങ്ങിച്ചു വയ്ക്കുകയാണ്. നമ്മുടെ ശരിക്കും ആചാര്യന്മാരെല്ലാവരും ആലോചിച്ചിട്ട് ഇങ്ങനെ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി, ക്ഷേത്രത്തിൽ പൂജിച്ച് താലി കെട്ടിയ ആൾക്കാർ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 2 പേരും വന്നിട്ട് ക്ഷേത്രത്തിൽ വന്നിട്ട് ഇതുപോലെ ആ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ മാറി വേറൊരു ജീവിതത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ആ ദേവിയുടെ അടുത്ത് പൂജിച്ചിട്ട് എന്ത് വാങ്ങിച്ചോ അത് ദേവീനെ സമർപ്പിക്കുക, 2 പേരും തുല്യ ചെലവെടുത്തിട്ട്. അങ്ങനെ ചെയ്താൽ അവരുടെ കാർമിക് ബ്ലോക്ക് മാറും. എൻ്റെ ഗുരു രഹസ്യമായിട്ട് പറഞ്ഞു തന്നൊരു കാര്യമാണ് കേട്ടോ. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 30-40 വർഷം മുമ്പും ഇങ്ങനെ ഡൈവോഴ്സ് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോഴും അദ്ദേഹം പറയുന്നതാണ്, നമുക്ക് പെട്ടെന്ന് ഈ ചേർക്കുന്നത്, പണ്ട് ഈ പ്രേമമൊന്നും ഇത്രയൊന്നും ഇല്ല. പ്രേമം ഉണ്ടെങ്കിലും വീട്ടുകാർ വിചാരിച്ചാൽ പൊളിക്കാമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പ്രേമം പൊളിക്കാൻ എളുപ്പമല്ല. അന്ന് ബുക്കെല്ലാം പിള്ളേർ കുളിക്കാൻ പോകുമ്പോൾ ബുക്കെല്ലാം ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കായിരുന്നു, അവർക്ക് പ്രേമമുണ്ടോ എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഇന്ന് എളുപ്പമല്ല. അപ്പോൾ ഇങ്ങനെ ഡൈവോഴ്സ് ചെയ്യുന്നവർ കാർമിക് ബ്ലോക്ക് ചെയ്യുകയാണ്. മനസ്സിലായി? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വോയിസ് ഇട്ടിരുന്നു, ഒരു വ്യക്തി ബന്ധപ്പെട്ടപ്പോൾ ഇവരെ തമ്മിൽ അകറ്റാനായിട്ട്, സ്വത്ത് സംബന്ധമായിട്ട് ഈ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അകറ്റാനായിട്ട് ചില ആൾക്കാർ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നതായി മനസ്സിലാക്കി. അപ്പോൾ ആ വ്യക്തി എന്നോട് ചോദിക്കുന്നത്, ഇതാരാണ് ചെയ്യുന്നത്?
അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനല്ല എന്ന് പറഞ്ഞത്. നമ്മൾ ആര് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ടല്ലോ. നമുക്ക് എന്താണ്, നമ്മൾ എന്താണ് സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് പ്രതിവിധി നോക്കാണ്ട് പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ എങ്ങാണ്ടൊക്കെ ഈ ഖനിയിലിറങ്ങിയിട്ട് മുകളിൽ കയറാൻ പറ്റാത്ത രീതിയിലെ അവസ്ഥ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ പ്രശ്നങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ ചൂഴ്ന്നിറങ്ങരുത്. നമ്മുടെ ആവശ്യത്തിലേക്ക് നമ്മൾ ഉയർന്നു നോക്കുക, മുകളിലോട്ട് നോക്കുക, എങ്ങനെ രക്ഷപ്പെടാമെന്ന്. അതായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലരും പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നങ്ങൾ പിന്നെയും കിണർ കുഴിക്കാൻ, വെള്ളം നോക്കാൻ കിണർ കുഴിക്കുന്ന പോലെ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നോക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇനി സ്പെഷ്യൽ ചൈൽഡുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതും കഴിയുന്നതും എനിക്കറിയുന്ന അറിവ്, എൻ്റെ ഗുരു പറഞ്ഞു തന്നുള്ള എൻ്റെ പരിമിതമായ അറിവിനുള്ളിൽ ഇന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം. കുറേയധികം പേരെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ആൾക്കാർ ഫ്രീ ആയതുകൊണ്ട് ഞാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പറയുന്നു, മറ്റ് ജ്യോതിഷന്മാരെ കൺസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യുക. നിവൃത്തിയില്ലെങ്കിൽ മാത്രം. കാര്യം സാമ്പത്തികമായിട്ട് ചിലവാക്കാനൊന്നുമില്ല. കുറേ വഴിപാടുകൾ ചെയ്തു, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കോയിൻ ഇട്ട് നോക്കിയിട്ട് ശ്രീനിവാസ പയ്യയുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്കൊരു മറുപടി കിട്ടുമെന്ന് നിങ്ങളുടെ ഇഷ്ടദേവതയോ കുലദേവതയോ ഏതെങ്കിലും കാണിച്ചത് മാത്രം ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ഇതൊരു അനൗൺസ്മെൻറ്റ് നടത്തിയ കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വന്ന വാട്സാപ്പുകളാണ് ഞാൻ നോക്കണം, വേറെ ഒന്നും നോക്കുന്നില്ല. ഈ 9446218801 എന്ന നമ്പറിൽ ലേറ്റസ്റ്റ് വന്ന വാട്സാപ്പുകൾ, അതിൽ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ആളുടെ പേര്, വയസ്സ്, നക്ഷത്രം, സ്ഥലം, ഇത്രയുണ്ടെങ്കിൽ മാത്രമേ നോക്കുന്നുള്ളൂ. അതുമില്ലെങ്കിൽ ഫസ്റ്റ് ഇത് നിമിത്തം തന്നെ ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് അത് മാറ്റിവെക്കുകയാണ്. അത് ഞാൻ അറിയിക്കുകയാണ്. കാര്യം ഗുരു പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് നിമിത്തം ശരിയല്ലെങ്കിൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോകരുത്, നമുക്കതിൽ പ്രതിവിധി കാണാൻ പറ്റുകയില്ല എന്ന് ഗുരു പറയാറുണ്ട്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞു തന്നത് ഞാൻ പ്രാവർത്തികമാക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥനകളുടെ പുണ്യത്തിൻ്റെ ഫലം എല്ലാവർക്കും പങ്കുവച്ച് നൽകുന്നു. എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും ദീർഘായുസ്സോടും കൂടി ജീവിക്കാനായിട്ട് ജഗദീശ്വരനെ പ്രാർത്ഥിച്ച് കൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.